ഇതാ മന്ത്രക്കുട്ടിയുടെയും മേധക്കുട്ടിയുടെയും ഔട്ട്ഫിറ്റ് ഇതാണേ പള്ളിയിൽ പോകാനുള്ള. ഹായ് മൈ ഡിയേഴ്സ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി, ഞാനും മന്ത്രക്കുട്ടിയും മേധക്കുട്ടിയും ഒരുങ്ങി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ സെൻറ്റ് റാഫേൽ മാലാഖയുടെ തിരുനാളാണ്. അപ്പോൾ നമ്മളെ ഫീസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രയറിനും കൂടെ പോകണം. അപ്പോൾ അതാ പള്ളിയിൽ കൊടുക്കാനുള്ള മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. Coming today because everyone wants to play and shows and everyone and God always always with us. God always come with us and നടക്ക വണ്ടി and love us and care us. If not strangers or nothing, only God is our love. Yeah, is it? Yes, God is our love. That's why they're caring us and to caring us. So they love people and enjoy the day. ഇത് പള്ളിയുടെ എൻട്രൻസ് ആണ്. അവിടെ പുതിയൊരു കപ്പേള പണിതിട്ടുണ്ട് മാതാവിൻ്റെ. ജസ്റ്റ് ഒരു 1-2 മാസം മുമ്പായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ. ആ ഫീസ്റ്റിനും നമ്മൾ വന്നിട്ടുണ്ട്. Subscribe our channel and click a like. Bye bye. Amma nammade veedu. Yeah, yes. I can see wood. I saw wood now. You really saw wood? Yeah, I saw wood sitting at the roof. മന്ത്രം ഏതേം ലാസ്റ്റ് എപ്പോഴാണ് ഇവിടെ വന്നേ പള്ളിയിൽ? I think when Mutashi come here to walk in the morning. No. ക്രിസ്മസിന് വന്നല്ലേ? ക്രിസ്മസിന് വന്ന ഇതേമാതിരി വേറൊരു ഫീസ്റ്റിന് അമ്മു ചേച്ചിയും എല്ലാരും കൂടെ വന്നില്ലേ? ചിക്കൻ കഴിക്കാൻ വന്നതല്ലേ? അത് കഴിഞ്ഞ് വന്നായിരുന്നു ഞാനും ചോരയും വന്ന് പൊട്ടിത്താറ കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ പോലെ ഈ അപ്പൻ ഇങ്ങനെ ഈ മകനെ തന്റെ നെഞ്ചോട് ചേർത്ത് നിന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു എന്ന വണ്ണം ഇങ്ങനെ സ്നേഹമുള്ള ഒരു അപ്പൻ മകനെ തന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു ദൃശ്യം എനിക്ക് തോന്നുന്നു. ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മളങ്ങനെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലോട്ട് എത്തി. ഈ അപ്പനാണ് ഏറ്റവും നല്ല കുട്ടി. ഈ മകന്റെ ജീവിതത്തിൽ ഈ അപ്പനേക്കാളും പള്ളിയാണ് കേട്ടോ. ആ പള്ളിക്ക് ചുറ്റും ധാരാളം സ്ഥലങ്ങളുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നു. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൂടാതെ അവിടുത്തെ അന്തരീക്ഷം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ശാന്തമായൊരു അന്തരീക്ഷം, സെറീൻ ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് തന്നെ പറയണം. നമ്മുടെ മനസ്സിലെ എന്ത് ടെൻഷൻസ് ഉണ്ടെങ്കിലും എല്ലാം അവിടെ ആ ഒരു മുറ്റത്തെത്തുമ്പോൾ തന്നെ മാറുമെന്ന് തന്നെ പറയാം.
ഒരു കുഞ്ഞു വാവ, ഒരു കുഞ്ഞു മാലാക നടക്കുന്നുണ്ടായിരുന്നു. മേധതാ കാല് വയ്യാന്ന് പറഞ്ഞു അവിടെ ഇരിക്കുകയാണ് കേട്ടോ. മന്ത്രയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ പോയെന്നൊക്കെ വന്നു. പിന്നെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അവിടെ പോയി വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തു. നമുക്ക് പള്ളിയുടെ